ഇനി പേടിക്കേണ്ട, സ്മാർട്ട് ഫോൺ നഷ്ടപ്പെട്ടാൽ വേഗത്തിൽ കണ്ടെത്താം. അതെങ്ങനെയെന്ന് അറിയാമോ? രാജ്യത്ത് വിൽക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും സർക്കാർ സേവനമായ സഞ്ചാർ സാത്തി ആപ്ലിക്കേഷൻ നിർബന്ധമാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണ്. ഇതിലൂടെ നഷ്ടപ്പെട്ടതോ മോഷണം പോയതോ ആയ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും കണ്ടെത്താനും സാധിക്കും. വ്യാജ കോളുകളും സന്ദേശങ്ങളും റിപ്പോർട്ട് ചെയ്യാൻ സൗകര്യമുണ്ടാകും. ആപ്പിൾ, സാംസങ്, വിവോ, ഓപ്പോ, ഷവോമി തുടങ്ങി ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ഫോൺ നിർമ്മാതാക്കൾക്കും ഇത് സംബന്ധിച്ച് കേന്ദ്രം കർശന നിർദ്ദേശം നൽകി. പുതിയ ഫോണുകളിൽ ഈ ആപ്പ് പ്രീലോഡ് ചെയ്തിരിക്കണം. വിതരണ ശൃംഖലയിലുള്ള വിറ്റഴിക്കാത്ത ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ആപ്പ് ലഭ്യമാകണമെന്നും നിർദ്ദേശമുണ്ട്. സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ ഈ നീക്കം. ഇരട്ട IMEI നമ്പറുകൾ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകൾ, നിയമവിരുദ്ധമായ സിം കാർഡ് ഉപയോഗം എന്നിവ തടയാനും ആപ്പ് സഹായിക്കുമെന്ന് ടെലികോം മന്ത്രാലയം പറയുന്നു. അതേസമയം സർക്കാർ നീക്കത്തിനെതിരെ നിർമ്മാതാക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് ആപ്പിളിൽ നിന്ന് കടുത്ത എതിർപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ഈ വിഷയം കോടതി കയറാനുള്ള സാധ്യതയും വിദഗ്ധർ തള്ളിക്കളയുന്നില്ല. സർക്കാർ ആപ്പ് ഫോണുകളിൽ നിർബന്ധമാക്കുന്നത് പൗരന്മാരുടെ ഡിജിറ്റൽ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന വിമർശനവും ഉയരുന്നുണ്ട്. 120 കോടിയിലധികം മൊബൈൽ വരിക്കാരുള്ള ഇന്ത്യയിൽ ഇത്തരം ആപ്പുകൾ വഴി സർക്കാർ പൗരന്മാരുടെ സ്വകാര്യ വിവരങ്ങൾ ശേഖരിക്കുമോ എന്ന ആശങ്ക സൈബർ വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. കോവിഡ് കാലത്ത് ആരോഗ്യ സേതു ആപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും ചൂണ്ടിക്കാട്ടുന്നു. ഇതിനോടകം 30 ദശലക്ഷത്തിലധികം വ്യാജ കണക്ഷനുകൾ അവസാനിപ്പിക്കാനും 3.7 ദശലക്ഷം മോഷ്ടിക്കപ്പെട്ട ഫോണുകൾ ഉപയോഗിക്കുന്നത് തടയാനും ഈ ആപ്പ് സഹായിച്ചെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. ജനുവരി മുതൽ ഇതുവരെ നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ 7 ലക്ഷത്തിലധികം ഫോണുകൾ വീണ്ടെടുക്കാനും ആപ്പ് സഹായിച്ചെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു.